ഇത് മോഹൻലാൽ സിനിമയാണ്. അപ്പോൾ ഈ പുള്ളിയുടെ ഇൻ്റർവ്യൂ തന്നെ ഇത് ഇന്ന പോലൊരു കമ്പനിയുടെ പടമാണ്, ശോഭന അഭിനയിക്കുന്നു, ഇവരൊക്കെ അഭിനയിക്കുന്നു, നിങ്ങൾ തരുണിനെ പോലെ വലിയ ഡയറക്ടറാണ്, ഞാൻ വന്നിട്ട് അവിടെ ഈ ഒരു വില്ലൻ പതറിയാൽ ഈ പടം പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ചോദിച്ചു. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ബോംബെയിലേക്ക് വന്നിട്ട് എൻ്റെ ഓഫീസിൽ തന്നെ ഒരു സീനും എടുത്തുകൊണ്ടൊന്ന് വെറുതെ ഫോണിലൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. സത്യസന്ധതയോടാണ് അവിടെ ഷൂട്ട് ചെയ്ത് ഒരു 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 10 മിനിറ്റിനകത്ത് മാറി നിന്ന് തരുൺ എന്നെ വിളിച്ചു പറഞ്ഞത്, ചേട്ടാ ഒന്നും നോക്കാനില്ല, ജോർജിനെ കിട്ടിയെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഗംഭീര പെർഫോമൻസാണ്, ഞാൻ ചേട്ടൻ ഇതിങ്ങനെ അയക്കുന്നില്ല, ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്ത് ചേട്ടൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എറണാകുളത്ത് വന്ന് കൊച്ചി, ഇതിനായിട്ട് ബോംബെക്ക് വിട്ടാ നമ്മൾ, കൊച്ചി വന്ന് എഡിറ്റ് ചെയ്ത് തരുൺ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരുന്നു. ഞാനിത് കണ്ടിട്ട് തരുണിനോട് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ലാലേട്ടനെ അയച്ചു. ഇത് ഈ ആളെ ചേട്ടനോടെ എന്നെ വിളിച്ചു, ഇത് നമ്മുടെ പ്രകാശ് വർമ്മ, ചേട്ടൻ ആയിട്ടിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, പുള്ളി ഷൂട്ട് ചെയ്ത് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഇത് എന്തോന്ന് ഇയാൾ പെർഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അത് ഗംഭീരമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനുണ്ടെ തരേണ്ടത് പറഞ്ഞു, തരൻ ഞാൻ ലാലേട്ടനും അയച്ചു കൊടുത്തു, ഞാനും കണ്ടു, നമുക്കിനി ഒന്നും ആലോചിക്കണ്ട ഇതെന്ന് പറഞ്ഞു. അപ്പോൾ തരൻ പറഞ്ഞു, ഞാൻ ചേട്ടനോട് അതാ പറഞ്ഞത്. തരൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് ഗംഭീരമാണ് എന്ന് പറഞ്ഞു. ഇന്ന് മലയാളത്തിൽ ഇത്ര വലിയൊരാളെയാണ് കിട്ടിയത്.